പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും അവിടുത്തെ വത്സരമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിലും വിശുദ്ധ യോസേപ്പിതാവിനും എത്രയും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 29ാം ഞായറായ ഇന്നിലേക്ക് സഹമാതാവ് നമ്മെ സാദരം ക്ഷണിക്കുമ്പോൾ ഇതിൻ്റെ വചനഭാഗങ്ങളിലൂടെ സഹമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ വലിയൊരു സത്യം ഇതാണ്: എപ്പോഴും നമ്മളുടെ ജീവിതങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെക്കുക. അധികാരമോഹികളായി നമുക്ക് ജീവിക്കുവാനോ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവരാജ്യം പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. ആകയാൽ എളിമയുടെ തലത്തിലേക്ക് ഓരോരുത്തരും ഇറങ്ങി വന്നുകൊണ്ട് ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഇതിൻ്റെ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. In this Mass, in a special way, let us remember the departed soul of Mrs. Rosie Xavier Pulikkathara, who died on 2nd of this month. May the good Lord give her eternal peace. And she was a good character in doing goodness to others, and she was eager to do the service for the sake of every kingdom. And let us remember the sorrowful family, and let us offer this Mass for the departed soul of Mrs. Rosie Xavier Pulikkathara. ഈ പരിശുദ്ധമായ ബലിയർപ്പണത്തിനായി നമ്മെ തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാവാവസ്ഥകൾ ഏറ്റുചൊല്ലി നമ്മുടെക്കായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാനാകട്ടെ. Amen.
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മനസ്സുകളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്ക് വരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ അങ്ങയുടെ പുത്രമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന ഇസയാസിന്റെ വാർത്തയുടെ പുസ്തകത്തിൽ നിന്ന്. അദ്ദേഹത്തെ വേദന കൊണ്ടിരിക്കാൻ കർത്താവ് സമ്മതിച്ചു. പാപത്തിന് പരിഹാരമായി അദ്ദേഹം ആത്മവിനിയന്ത്രേ ചെയ്തത്. ദീർഘായുസ്സുള്ള സന്തതികളെ അദ്ദേഹം കാണും. കർത്താവിന്റെ അന്വേഷണം അദ്ദേഹം വഴി പൂർത്തിയാകും. അത്യുഗ്രമായ ആത്മവേദനയ്ക്ക് ശേഷം അദ്ദേഹം പ്രകാശം കാണും. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിൽ അവിടുന്ന് സംതൃപ്തനാകും. ഉത്തമദാസൻ അനേകരെ നീതീകരിക്കുകയും അവരുടെ അകൃത്യങ്ങളുടെ ഭാരം വഹിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. കർത്താവെ, അങ്ങ് ശരണം ലഭിച്ച ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യമുണ്ടാകുമാറാകട്ടെ. കർത്താവെ, അങ്ങ് ശരണം ലഭിച്ച ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യം കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ സകല പ്രവൃത്തികളും വിശ്വാസമാണ്. അവിടുന്ന് നീതിയെയും ന്യായത്തെയും സ്നേഹിക്കുന്നു. കർത്താവിന്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, ശരണം ലഭിച്ച ഞങ്ങളുടെ അവിടുത്തെ കാരുണ്യം കണ്ടാലും തന്നെ ഭയപ്പെടുന്നവരുടെയും തന്റെ കൃപാവരത്തെ പ്രതീക്ഷിക്കുന്നവരുടെയും പേരായിരിക്കും കർത്താവിന്റെ ദൃഷ്ടി. അത് അവരുടെ ജീവനെ മരണത്തിൽ നിന്ന് തിരിക്കുവാനും ശാപം അവരെ സംരക്ഷിക്കുവാനും വേണ്ടിയല്ലേ. കർത്താവെ, അങ്ങ് ശരണം ലഭിച്ച ഞങ്ങളുടെ അവിടുത്തെ കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പരിചയവും സഹായവുമാണ്. കർത്താവെ, അങ്ങ് ശരണം ലഭിച്ച ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, അങ്ങ് ശരണം ലഭിച്ച ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടാകുമാറാകട്ടെ. സഹോദരരെ, നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്, ദൈവപുത്രനായ യേശു. അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ആകയാൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് മുദ്രപിടിക്കാം. നമ്മുടെ ബലഹീനതയെ സഹതപിക്കുവാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല അവിടുന്ന്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മെ പോലെ പരീക്ഷണവിധേയനായിട്ടുണ്ട്. ആകയാൽ കാരുണ്യം പ്രാപിക്കുവാനും ആവശ്യ സമയത്ത് സഹായമായി വിഭാവനം ലഭിക്കുവാനും വേണ്ടി പ്രത്യാശയുടെ കൃപയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. കർത്താവിന്റെ സുവിശേഷം. Hallelujah, hallelujah.
അക്കാലത്ത് സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ച്, ഗുരു, ഞങ്ങൾ അങ്ങയോട് ചോദിക്കുവാൻ പോകുന്ന കാര്യം സാധിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അവിടുന്ന് അവരോട് ചോദിച്ചു, ഞാൻ എന്തും ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അവർ പ്രതിവചിച്ചു, അങ്ങയുടെ മഹിമപ്രതാപത്തിൽ ഞങ്ങളിതൊരുവൻ അങ്ങയുടെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുവാൻ അനുവദിക്കുന്നു. ഈശോ അവരുടെ അരുൾ ചെയ്തു, നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുവാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? അവർ പ്രതിവചിച്ചു, ഞങ്ങൾക്ക് കഴിയും. ഈശോ അവരുടെ അരുൾ ചെയ്തു, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ എൻ്റെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ ഇരിക്കുവാനുള്ള വരം നൽകുന്നത് ഞാനല്ല, ആർക്കായി അത് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് ലഭിക്കും. ശേഷം 10 പേർക്ക് ഇത് കേട്ടപ്പോൾ യാക്കോബിനോട് യോഹന്നാനോട് വെറുപ്പ് തോന്നി. ഈശോ അവരെ വിളിച്ച് അരുൾ ചെയ്തു, വിജാതിയരുടെയും അധിപതികളെന്ന് കരുതപ്പെടുന്നവർ അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. മറിച്ച് നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കുവാൻ അനേകരുടെ മോചനദ്രവ്യമായി തന്റെ ജീവൻ നൽകാൻ മാത്രമേ വന്നിരിക്കുന്നത്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മർക്കോസ് സുവിശേഷകന്റെ 10-ാം അധ്യായം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ തൻ്റെ പീഡകൾ ഏറ്റുവാങ്ങുന്നതിനായി ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ അനുഭവിക്കുവാനിരിക്കുന്ന പീഡകളെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ 3-ാം പ്രാവശ്യം അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്യുന്നതിൻ്റെ സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി സഭാനാമം നൽകുക. ഇപ്രകാരം യേശു പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യഗണത്തോട് അരുൾ ചെയ്യുമ്പോൾ ഏത് വിധത്തിലാണ് പിതാവായ ദൈവത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തുവാനിരിക്കുന്നത് എന്നുള്ള അർത്ഥം അവിടുത്തെ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ പോയി. ഒരു അധികാരിയായി അവിടുന്ന് വിരാജിക്കുവാൻ പോകുന്നു എന്നുള്ള ആ അവസ്ഥയിലാണ് സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈ അഭ്യർത്ഥനയുമായി ഈശോയെ സമീപിക്കുന്നത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും പേര് ചൊല്ലി വിളിച്ചു. തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്നാണ് മറ്റൊരു സുവിശേഷത്തിൽ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കുക. അങ്ങനെ 12 പേരോടും ഒരേപോലെ തന്നെയാണ് യേശു താൻ സംസ്ഥാപിതമാക്കാനിരിക്കുന്ന അഥവാ തൻ്റെ സഭ സ്ഥാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് അവർക്ക് നൽകിക്കൊണ്ട് തൻ്റെ കൂടെ അവർ നടത്തിയത്. എന്നാൽ മറ്റ് 10 ശിഷ്യന്മാർക്കും യാക്കോബിലും യോഹന്നാനിലും അസൂയ ഉളവാകത്തക്കവണ്ണമാണ് ഈ ഒരു അപേക്ഷ യാക്കോബ് യോഹന്നാൻ ഈശോയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അങ്ങയുടെ മഹിമ പ്രതാപത്തിൽ ഞങ്ങളിലൊരുവൻ അങ്ങയുടെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുവാൻ അനുവദിക്കുന്നു. യേശു അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശം കൽപ്പിച്ചു നൽകുന്നത് എന്നെ അയച്ച പിതാവാണ്. ഈ സുവിശേഷ ഭാഗത്ത് അയച്ച പിതാവായ ദൈവം നിശബ്ദനാണ്. അയക്കപ്പെട്ട ക്രിസ്തുവാണ് സംസാരിക്കുക. എന്നാൽ അയച്ചവന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ടാണ് അയക്കപ്പെട്ട ഈശോ പ്രവർത്തന നിരതനായിരിക്കുന്നത്.
എങ്കിലും പീഠാസനത്തെക്കുറിച്ച് വളരെ വ്യക്തതയിലേക്ക് ഈശോ വന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാൻ സാധിക്കുമോ? ഞാൻ സ്വീകരിക്കുവാനിരിക്കുന്ന സ്നാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്നാനം സ്വീകരിക്കുവാൻ സാധിക്കുമോ? അവർ പറയുകയാണ്, എന്തു തന്നെയായാലും ശരി, ഞങ്ങളതിന് തയ്യാറാണ്. ഇത് ഒരു വ്യക്തിയുടെ സ്വന്തമായ സമർപ്പണത്തിൻ്റെ പ്രത്യക്ഷപ്പെടുത്തലാണ്. ഞങ്ങൾക്ക് നിന്റെ ഇടതുവലതും ഇരുന്നാൽ മാത്രം മതി. അധികാരമൊക്കെയായിക്കൊണ്ട് മാറുന്നു എന്നുള്ള സംശയം ഇവരുടെ ചോദ്യത്തിൽ ഈശോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരമുള്ള മഹത്വത്തിൻ്റെ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ പ്രവേശിക്കാൻ യോഗ്യത ലഭിക്കുന്ന പീഠാസന കുരിശുമരണത്തെക്കുറിച്ചും ദിവ്യയാഥാർത്ഥ്യത്തെക്കുറിച്ചും ഈശോ അവരോട് സംസാരിക്കുക. അവർ വി ആർ റെഡി, ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, അതെ, നിങ്ങൾ തീർച്ചയായും ഈ പാനപാത്രം കുടിക്കും, സ്നാനം സ്വീകരിക്കും. എന്നാൽ അതിനുള്ള അവകാശം അത് വ്യക്തമാക്കി തരുന്നത് പിതാവായ ദൈവമാണ്. ഇപ്രകാരം ഈ രണ്ട് സഹോദരന്മാർ യേശുവിന് നേരെ നടത്തിയ ആ അപേക്ഷയെ മറ്റു ശിഷ്യന്മാർക്ക് ഒത്തിരി അസ്വസ്ഥത ഉളവാകുമ്പോൾ നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അവരിൽ പറഞ്ഞ ഇടർച്ചയെ ഇല്ലായ്മ ചെയ്യുമെന്നതോടൊപ്പം യേശു അധികാരികൾ, വിജാതികളുടെ ആത്മീയമെന്ന് കരുതപ്പെടുന്നവർ അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ അധികാരം നടത്തുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു സംസാരിക്കുക. യേശുവിന്റെ പ്രബോധനം നൽകുകയും അവരെ വഴി നടത്തുകയും ചെയ്യുമ്പോൾ ഇടർച്ചയ്ക്ക് ഒരു വഴി കാണുന്നില്ല. മറിച്ച് എല്ലാവരുടെയും മനസ്സുകളെ, ഹൃദയങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് തൻ്റെ ആ ദിവ്യാധാരണത്തിനായി ഒരുങ്ങുവാൻ, അതിന് സന്നദ്ധരാകുവാൻ അവൻ എല്ലാവരെയും ക്ഷണിക്കുന്ന ഭാഗമാണിത്. അതുകൊണ്ട് ഇടർച്ചയ്ക്കല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് സ്വാർത്ഥതകളെ വെടിഞ്ഞുകൊണ്ട് ക്രിയാത്മകമായ വിധം ദൈവം വച്ചു നീട്ടുന്ന ആ സഹനങ്ങളെ, ക്ലേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ ഈശോ ക്ഷണിക്കുകയാണ്. യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ഏവരെയും ശുശ്രൂഷിക്കുവാനാണ്. ഒരു യഥാർത്ഥ ശിഷ്യന്റെയും കടമ ഇത് തന്നെയായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് ശുശ്രൂഷ ദൗത്യവുമായി കടന്നു വരുന്ന എല്ലാ മേഖലകളും അത് അവിടുത്തെ തിരുനാമത്തെ പ്രതി ശുശ്രൂഷകനായി മാറിക്കൊണ്ട് അങ്ങനെ ശുശ്രൂഷ ദൗത്യം വിസ്തൃതമാക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഇന്ന് മിഷൻ ഞായറായി നമ്മൾ ആഘോഷിക്കുമ്പോൾ മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമർപ്പിതരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, മറ്റെല്ലാ രാജ്യങ്ങളിലും ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന മിഷന്മാർ, ഇവിടെ ആയിരിക്കുന്ന ഈ സമർപ്പിതരായ സിസ്റ്റേഴ്സ്, സഹോദരിമാരും ഇവരുടെ മിഷൻ വേല തുടരുകയാണ്. യഥാർത്ഥത്തിൽ മിഷൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ മിഷൻ ഓരോ ക്രൈസ്തവരും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അശരണരോട്, ആനന്ദഹീനരോട്, മുടന്തരോട്, ചെകിടരോട്, കുരുടരോട്, തളർച്ച ബാധിച്ചവരോട് യേശു എപ്രകാരമാണ് ആ ദൈന്യതയുടെ മുഖം പ്രകടിപ്പിച്ചത്. ആകയാൽ ഇല്ലാത്തവനെ ഉള്ളതെന്ന് കരുതുന്ന അവനെ അവളെ കൈത്താങ്ങായി കൈകളിലെടുത്ത് അവൻ്റെ ഇല്ലായ്മകളിലേക്ക് ദൈവിക സമ്പത്ത് നിറച്ചു കൊടുക്കുന്നത് വ്യാപകമാകുന്നതാണ് മിഷൻ ജോലി. ആകയാൽ ഓരോ ക്രൈസ്തവരുടെ നിലയിലും നമുക്ക് ഇപ്രകാരം യേശുവിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ട് നിത്യ വസതിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇപ്രകാരം യേശുവിന്റെ പ്രിയപ്പെട്ടവരെ മാറാൻ അനുവദിക്കപ്പെടുന്ന ഓരോ നിമിഷവും ശുശ്രൂഷ ദൗത്യങ്ങളോടെ നിർവഹിക്കുന്ന മാർഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ നാട്ടിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവരുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരെ
പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനങ്ങൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ രേഖകളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വേണ്ടി വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവരും പിതാവിന്റെ പുത്രനൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും ഒരാത്മിക ജീവിതത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും ദൈവകൃപയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളിടത്തിൽ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ പ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കുവാൻ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്ന നാഥരാകുവാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന ജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായി അനുഭവിക്കുവാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മൾ വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അറിയുന്നവരും അറിയാത്തവരുമായ നിത്യ സൗഭാഗ്യത്തിനായി എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യയാചിക്കുന്ന ജനത്തോടുകൂടെ ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതപൂർവ്വം അവരെ ആദിക്കുന്നത് സദാ സന്നദ്ധതയാണ് അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Oh
സഹോദരനെ നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവെ സ്വതന്ത്ര മനസ്സോടെ അങ്ങേദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി ചെയ്യുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളവേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനുള്ള നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങനെ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരണത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യയുടെ ചാരം കരകതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പ്രസന്ന രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളുമെല്ലാം മാതാപിതാക്കളോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവമായ ആഘോഷത്തോടെ ആരംഭിക്കുന്നു. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞളം പോലെ ഈ കാണിക്കുന്നത് ഭക്തമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വന്തസ്ഥാന പീഠങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുവനന്തപുരനായ ജോസഫ് കാപ്പൂരത്തെയോടും വൈദികത്തോടും സഭയെന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിലൂടെ ഉയർപ്പിന്റെ പ്രത്യാശയോടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാര്യയുടെ യോസേഫിനോടും അനുഗ്രഹീതനായ പുരുഷന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിക്കുന്ന സകല വിശുദ്ധരോടും നിത്യജീവൻ പങ്കുചേരുവാൻ പ്രാർത്ഥനാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ ബഹുമതിയും മഹത്വവും എന്നും അറിയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ അനുഭവത്തിലായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നമ്മെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുവാനാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുടെ കാഴ്ചയിൽ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്തു അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. അന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിലെ പാപമറിയുന്ന ദൈവപിതാവേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിലെ പാപമറിയുന്ന ദൈവപിതാവേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിലെ പാപമറിയുന്ന ദൈവപിതാവേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ഇതിലെ കുഞ്ഞാണ് എഴുതുന്നതിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കൂ.
സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ